നമ്മുടെ ജൂനിയർ NTRന്റെ പ്രശാന്ത് നീൽ സിനിമയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. പടത്തിന്റെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് പുറത്തു വന്നിരിക്കുന്നത് ജൂൺ മാസം 11 എന്നാണ്. എന്തായാലും അടുത്ത വർഷമാണ് 11 സിനിമ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും ജൂനിയർ NTRന്റെ മറ്റൊരു സിനിമയാണ് RRR ദേവരാജ് സിനിമയ്ക്ക് ശേഷം. മ്യൂസിക് നമ്മുടെ രവി ബസൂർ ആണ് KGF സിനിമയിലെ മ്യൂസിക് കമ്പോസർ. ഡയറക്ഷൻ നമ്മുടെ KGF സലാർ സിനിമയുടെ പ്രശാന്ത് നീലാണ്. എന്തായാലും പടത്തിന്റെ ആദ്യ ഗ്ലിംസ് ഈ വരുന്ന മെയ് 20 പുറത്തു വരുമെന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അടുത്ത അപ്ഡേറ്റ് ജയിലർ 2 സിനിമയുടെ കംപ്ലീറ്റ് ഷൂട്ടിങ്ങും അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. സിനിമയിലെ ക്രൂ മെമ്പേഴ്സിന്റെ ഒരു ആഘോഷത്തിന്റെ ഒരുപാട് ഫോട്ടോസ് പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും നമ്മുടെ മ്യൂസിക് നമ്മുടെ അനിരുദ്ധ് ആണ്, സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ആണ് മെയിൻ കഥാപാത്രമായി. ഡയറക്ഷൻ നമ്മുടെ നെൽസൺ ആണ്. എന്തായാലും പടത്തിന്റെ റിലീസ് ഡേറ്റ് എന്തായാലും ഉടൻ തന്നെ പ്രഖ്യാപിക്കുന്നതായിരിക്കും നമ്മുടെ ജയിലർ 2 സിനിമയുടെ ഭാഗത്ത് നിന്ന്. കാത്തിരിക്കാൻ നമുക്ക് പടത്തിന്റെ പുതിയ ഒരു അപ്ഡേറ്റിനായിട്ട്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ജനനായകൻ സിനിമേന്റെ തന്നെയാണ്. ആമസോൺ പ്രൈം ആയിരുന്നു പടത്തിന്റെ OTT അവകാശങ്ങൾ മേടിച്ചത്. എന്തായാലും അതും 110 കോടിക്ക്. എന്തായാലും ആ ഒരു ഡീല് ക്യാൻസൽ ആയിട്ടുണ്ട്. പടം ഡിസ്ട്രിബ്യൂഷനും അതുപോലെ തന്നെ എല്ലാ റിലീസും ക്യാൻസൽ ആയി. ഇപ്പൊ എന്തായാലും കേൾക്കാൻ സാധിക്കുന്നത് ZEE5 പടത്തിന്റെ OTT റിലീസ് അവകാശം മേടിക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. അത് മാത്രമല്ല പടത്തിന്റെ റിലീസ് ഡേറ്റും നിലവിൽ പുറത്തു വരുമെന്ന് കേൾക്കുന്നുണ്ട്. ഈ വരുന്ന ഏപ്രിൽ 30 സിനിമ റിലീസ് ചെയ്യുമെന്ന് കേൾക്കുന്നുണ്ട്. കാരണം ഈ വരുന്ന ഏപ്രിൽ മാസം 24 പടത്തിന്റെ സെൻസർ ബോർഡിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. കാത്തിരിക്കുന്ന ചെയ്യാം നമുക്ക് റിലീസ് ഡേറ്റിനായിട്ടും അതുപോലെ തന്നെ സിനിമേന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ്സിനായിട്ടും. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് വീണ്ടും ഒരു സിനിമാ നടൻ വരികയാണ്. സീക്രട്ട് ഓഫ് കലിംഗ എന്ന് പറയുന്ന നമ്മുടെ അൽതാഫ് സലീം അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ അഭിനയിച്ച് വരാൻ പോകുന്ന ഒരു കോമഡി മിസ്റ്ററി ഹൊറർ സിനിമയിലോട്ട് വീണ്ടും ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ വരികയാണ്. നിതിൻ പരമേശ്വരനാണ് നമ്മുടെ പാൻ ഇന്ത്യൻ ടീം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ അഭിനയിച്ച ഒരു ഇൻഫ്ലുവൻസർ ആണ്. അദ്ദേഹത്തിന്റെ ഒരു മെയിൻ ട്രെൻഡ് ആയിരുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മുടെ ഈ കാട്ടാക്കടവ് എവിടെയാന്ന് പറഞ്ഞ ഒരു ഡയലോഗ്. ഇതിലും അദ്ദേഹം അങ്ങ് സിനിമയിലോട്ട് എൻട്രി ചെയ്യാൻ പോവുകയാണ്. പാട്രിയോട്ട് സിനിമയ്ക്ക് റീസെൻസർ വരികയാണ്, അതും സെൻസർ ബോർഡിന്റെ ഭാഗത്ത് നിന്ന്. വേറെ ഒന്നുമല്ല, സിനിമയിലെ ചില സീൻസ് അതുപോലെ തന്നെ ചില പേരുകളൊക്കെ നിലവിലെ പൊളിറ്റിക്കലെ കുറച്ച് ഫിഗേഴ്സ് ആയിട്ട് നല്ല മാച്ചിങ് ഉണ്ട് അല്ലെങ്കിൽ സാമ്യം ഉണ്ടെന്ന രീതിയിലാണ് ഇപ്പൊ സിനിമയിൽ സെൻസർ ബോർഡ് വീണ്ടും സിനിമ സെൻസറിങ്ങിന് കൊടുക്കുന്നത്. എന്തായാലും വീണ്ടും ഒരു പൊളിറ്റിക്കൽ പ്രഷർ വന്നിരിക്കുകയാണ് നമ്മുടെ പാട്രിയോട്ട് സിനിമയ്ക്ക്. അല്ലെങ്കിൽ വീണ്ടും സിനിമയിലോട്ട് ഒരു പൊളിറ്റിക്കൽ പ്രഷർ കാണാൻ സാധിക്കുകയാണ് ജനനായകൻ സിനിമയ്ക്ക് ശേഷം. വാഴ 2 സിനിമയുടെ പ്രീമിയർ ഷോ ആരംഭിച്ചിരിക്കുകയാണ്. ബുക്കിംഗ്സ് നിലവിൽ സിനിമയുടെ തെലുങ്ക് റിലീസാണ് ഈ വരുന്ന ഏപ്രിൽ മാസം 24. എന്തായാലും 23 മുതൽ പടത്തിന്റെ പ്രീമിയർ ഷോസ് ആരംഭിച്ചിരിക്കുകയാണ്. എന്തായാലും നല്ലൊരു ബുക്കിംഗ് ലഭിക്കട്ടെ സിനിമയ്ക്ക് തെലുങ്കില്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ മധുവിധു സിനിമേന്റെയാണ്. പടത്തിന്റെ സെൻസർ ബോർഡിൽ നിന്ന് അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. സിനിമയ്ക്ക് U സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചത്. ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത് നമ്മുടെ മധുവിധു സിനിമയുടെ ഭാഗത്ത്. നമ്മുടെ കല്യാണി പണിക്കർ അതുപോലെ തന്നെ ഷർഫുദ്ദീൻ എന്നിവരൊക്കെയാണ് സിനിമയിൽ അഭിനയിക്കുന്നത്. ഒരു റൊമാൻറ്റിക് കോമഡി ഫാമിലി ഡീനർ എന്നാണ് കേൾക്കാൻ സാധിക്കുന്ന സിനിമയുടെ ജേണർ. എന്തായാലും നാളെ സിനിമ ഏപ്രിൽ മാസം 23 റിലീസ് ചെയ്യുകയാണ്. കാത്തിരിക്കാം നമുക്ക്. കൂടുതൽ സിനിമ ആർട്ടിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ്.